ഹായ് ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ ഇതാ നമ്മൾ ഷോർട്ട് വെക്കേഷന് വേണ്ടി നാട്ടിൽ പോവുകയാണ് കുറച്ച് ദിവസം. അപ്പോൾ നമ്മൾ എയർപോർട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. 7:30ക്കാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. മോർണിംഗ് 12:25 ആ ഒരു ടൈമിലാണ് ഫ്ലൈറ്റ്. പക്ഷേ നമ്മൾ 7:30ക്ക് ഇറങ്ങിയെങ്കിൽ നമ്മളടുത്താണ് എയർപോർട്ട്. പക്ഷേ 9:30 2 hours എടുത്തു ഇവിടെ എത്താൻ വേണ്ടി എയർപോർട്ടിലെത്താൻ. കാരണം ഒരു വർക്കിംഗ് ഡേ ആയതുകൊണ്ട് നല്ല തിരക്കായിരുന്നു, ഭയങ്കര ട്രാഫിക് ഉണ്ടായിരുന്നു. പിന്നെ എന്താ പറയുക, നമ്മളിതാ അങ്ങനെ നാട്ടിൽ പോകും. ഈ ദുബായ് എയർപോർട്ടൊക്കെ കാണുമ്പോൾ ഒരു പ്രത്യേക ഫീലല്ലേ. അപ്പോൾ ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ട് പോവുകയാണ്. അങ്ങനെ നമ്മൾ ദുബായ് എയർപോർട്ടിലോട്ട് എൻട്രി ചെയ്യണം. പിന്നെ എയർപോർട്ടിൽ എത്തി. അവിടെ കുഴപ്പമൊന്നും ഉണ്ടായില്ല, ലഗേജും കാര്യങ്ങളൊക്കെ ഓക്കെ ആയിരുന്നു. നമ്മൾ പിന്നെ ബോർഡിംഗ് പാസ്സൊക്കെ കിട്ടിയിട്ട് ഉള്ളിലോട്ട് പോകണം. അപ്പോൾ ഈ സ്ഥലത്തുനിന്ന് നമ്മൾ മെട്രോയിൽ പോകണം നമ്മുടെ ഫ്ലൈറ്റ് നിൽക്കുന്ന എയർപോർട്ടിലോട്ട് പോകാൻ. അപ്പോൾ ഇവിടെ ഫുഡ് കാര്യങ്ങളൊന്നും അവൈലബിൾ അല്ല. അപ്പോൾ നമ്മൾ ഫുഡൊന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ വരുന്ന വഴിയിൽ തീരെ പറ്റാതെ അപ്പോൾ ഒരു ചായ വാങ്ങിച്ച് കഴിച്ചു, കുറച്ച് സ്നാക്സും വാങ്ങിച്ചിരുന്നു. എന്നിട്ട് അപ്പോൾ തന്നെ കഴിച്ചു. പിന്നെ ഫ്ലൈറ്റിൽ നിന്ന് നമ്മളങ്ങനെ കോഫി നൂഡിൽസ് അങ്ങനത്തെ വാങ്ങിച്ച് കഴിക്കാറുണ്ട്, അതൊരു മൂഡ് പോലെ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഫുഡ് വാങ്ങിച്ചിട്ട് പാർസൽ ചെയ്യും, അല്ലെങ്കിൽ അവിടുന്ന് കഴിക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്യാറാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു മെട്രോയിൽ പോയി അവിടെ എത്തിയാലാണ് ഫുഡ് കിട്ടുക, അപ്പോൾ അവിടുന്ന് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മളങ്ങനെ മെട്രോയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആ മെട്രോയിൽ പോയി. അത് ഒരു 5-10 മിനിറ്റ്സ് ഒന്നുമില്ല, അപ്പോൾ അത്രേ ഒരു ടൈമിങ് മെട്രോയിലുള്ളൂ. അങ്ങനെ ഫുഡൊക്കെ വാങ്ങിച്ചു, നമ്മൾ പാർസൽ ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താ പറയുക, നമ്മൾ ഫ്ലൈറ്റ് നിൽക്കുന്ന ഗേറ്റിലോട്ട് പോകണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആ ഗേറ്റിലോട്ട് പോവുകയാണ്. ഇപ്പോൾ ഫ്ലൈറ്റ് ഡിലേ ഒന്നും ആയിരുന്നില്ല, കറക്റ്റ് ടൈമായിരുന്നു. പക്ഷെ ഭയങ്കര തിരക്കായിരുന്നു എയർപോർട്ടിൽ. എനിക്കൊന്നും ഡിസംബർ മന്ത് ആയിരുന്നെന്നോ തോന്നുന്നു, ഭയങ്കര തിരക്കായിരുന്നു. ഇമിഗ്രേഷനിലൊക്കെ ഭയങ്കര തിരക്കായിരുന്നു. എന്നാലും നമ്മൾ പെട്ടെന്ന് നമ്മൾ കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ടാണ് തോന്നുന്നു പെട്ടെന്ന് വന്നു. എല്ലാം കഴിഞ്ഞു, കുഴപ്പമൊന്നും ഉണ്ടായില്ല. എന്നിട്ട് ഇനിയിപ്പോൾ നമ്മൾ ഫ്ലൈറ്റിലോട്ട് കയറുകയാണ്. അപ്പോൾ ഫ്ലൈറ്റിൽ കയറിയപ്പോൾ നല്ല ജേർക്കിങ് ആയിരുന്നു, എന്താണെന്ന് മനസ്സിലാവില്ല, ഭയങ്കര ജേർക്കിങ് ആയിരുന്നു. നോർമൽ പോകുന്നതിനേക്കാൾ ഭയങ്കര ജേർക്കിങ് ആയിരുന്നു. സ്റ്റാർട്ടിങ്ങിൽ തന്നെ ജേർക്കിങ് ആയിരുന്നു. അപ്പോൾ അതിനിടയിൽ നമുക്ക് കോഫി വാങ്ങിക്കണമല്ലോ, അപ്പോൾ അങ്ങനെ കോഫിയൊക്കെ വാങ്ങിച്ച് ജേർക്കിങ് ആയതുകൊണ്ട് കുട്ടികൾക്കൊക്കെ നോർമലി ഒരു ഉള്ളിലൊരു പേടിയാണ്. അപ്പോൾ ജേർക്കിങ് ആയതുകൊണ്ട് എല്ലാവരും ഭയങ്കര ടേസ്റ്റായിരുന്നു. അവർ അനൗൺസ് ചെയ്യുന്നുണ്ടായിരുന്നു അത് ക്ലൈമറ്റിൻ്റെ ഒരു പ്രശ്നം കൊണ്ടാണെന്നാണ് പറഞ്ഞത്. ഭയങ്കര പുറത്തോട്ട് ഭയങ്കര മഞ്ഞ് പോലെ തോന്നിയിരുന്നത്. പിന്നെ ഇങ്ങനെ ഈ ജേർക്കിങ് കൂടാകുമ്പോൾ നമുക്ക് ആകെ ഒരു വേറെ ഫീലായിരുന്നു. അങ്ങനെ അൽഹംദുലില്ലാഹ് കുഴപ്പമൊന്നുമില്ലാതെ നമ്മൾ നാട്ടിലെത്തുമ്പോഴും കൊച്ചിൻ എയർപോർട്ടിലാണ്. അവിടെ ലാൻഡ് ചെയ്യുമ്പോഴും അവിടുത്തെ പുറത്തൊന്നും ശരിക്കും കാണാൻ പറ്റിയിരുന്നില്ല, ഭയങ്കര ഹ്യൂമിഡിറ്റി പോലെ തോന്നിയിരുന്നു. പിന്നെ നമ്മൾ വിചാരിച്ചു ഭയങ്കര മഴ ആയിരിക്കും, അങ്ങനെയാണെന്ന് വിചാരിച്ചത്. പക്ഷെ മഴ ഒന്നും ഉണ്ടായിരുന്നില്ല, ഭയങ്കര എന്താ പറയുക, അതൊന്നും ഉണ്ടായിരുന്നില്ല, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ പിന്നെ നമ്മൾ കൊച്ചിൻ എയർപോർട്ടിൽ നിന്ന് നമ്മളവിടെ പിന്നെ അവിടെ കുറച്ച് നേരം വെയിറ്റിങ്ങും കാര്യങ്ങളും ലഗേജും പിന്നെ നമ്മുടെ ക്ലിയറൻസും അങ്ങനെയൊക്കെ ആയിട്ട് വേണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.